നമസ്കാരം. നഗ്നചിത്രങ്ങൾ പോൺ സൈറ്റിൽ പങ്കുവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മധ്യവയസ്കയായ സ്ത്രീയിൽ നിന്ന് 65 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. ലൈംഗിക സാമ്പത്തിക ചൂഷണ പരാതിയിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇൻസ്റ്റഗ്രാം ചാറ്റുകളും വോയിസ് റെക്കോർഡും പുറത്തു വന്നത്. പരാതിക്കാരി പുറത്തുവിട്ട ശബ്ദ സന്ദേശങ്ങളിൽ ഷിയാസ് കരീമിന്റെ പണത്തോടുള്ള ആർത്തിയും ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവവും വ്യക്തമാണ്. മോന്തക്കിട്ടടിക്കും, നീ ചുമ്മാ കിടന്ന് കൊഞ്ചല്ലേ എന്ന് ഭീഷണിപ്പെടുത്തുന്നതിനൊപ്പം തന്റെ ജിം നവീകരണത്തിനായി ലക്ഷങ്ങൾ ആവശ്യപ്പെടുന്നതും ഓഡിയോയിലുണ്ട്. തനിക്കൊപ്പമുള്ള ചിത്രങ്ങൾ സ്റ്റാറ്റസ് ഇടരുതെന്നും അത് പിന്നീട് പണിയാകുമെന്നും പറയുന്നതിലൂടെ ബന്ധം രഹസ്യമായി വെക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നതായും വ്യക്തമാകുന്നു. സാമ്പത്തിക തട്ടിപ്പിന്റെ കാര്യത്തിൽ അതീവ ജാഗ്രതയാണ് ഷിയാസ് പുലർത്തിയിരുന്നത്. പണം അക്കൗണ്ട് വഴി അയച്ചാൽ ബാങ്കുകാർ സോഴ്സ് ചോദിക്കുമെന്നും അത് റിസ്ക് ആണെന്നും ഇയാൾ പറയുന്നു. നീ എനിക്ക് നേരിട്ട് പൈസ തന്നാൽ മതി, അക്കൗണ്ടിലൂടെ വേണ്ട എന്ന് ഷിയാസിന്റെ നിർദ്ദേശം ആദായ നികുതി ഉദ്യോഗസ്ഥരെ വെട്ടിക്കാനും ഇടപാടുകൾക്ക് തെളിവില്ലാതാക്കാനും ഉദ്ദേശമുള്ളതാണെന്നും വ്യക്തമാണ്. യുവതിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് പോലും 10 ലക്ഷം രൂപ കടം ചോദിക്കാൻ ഇയാൾ നിർബന്ധിക്കുന്നതും പുറത്തുവന്ന ശബ്ദരേഖകളിലുണ്ട്. യുവതിയുടെ പരാതിയിലെ ഏറ്റവും ഗൗരവകരമായ ഭാഗം ഡിജിറ്റൽ ബ്ലാക്ക്മെയിലിങ്ങിനെ കുറിച്ചാണ്. താൻ നൽകിയ 65 ലക്ഷം രൂപ തിരികെ ചോദിച്ചപ്പോൾ തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിൽ പ്രചരിപ്പിക്കുമെന്നും സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുമെന്നും പറഞ്ഞ് ഷിയാസ് നിരന്തരം ഭീഷണിപ്പെടുത്തി. കൊച്ചിയിലും കോഴിക്കോടുമുള്ള ഹോട്ടലുകളിൽ എത്തിച്ച് ശാരീരികമായി ചൂഷണം ചെയ്തതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. നീ ആരാണെന്ന് നിനക്കറിയാമല്ലോ, പിന്നെ നീ ചുമ്മാ കിടന്ന കൊഞ്ചല്ലേ, ജിം എന്തായാലും ഞാൻ സെറ്റാക്കും. നിന്റെ അടുത്ത് നിന്ന് 20 ലക്ഷം വാങ്ങിയത് തീർക്കണമെന്നാണ് മനസ്സ് പറയുന്നത്, അത് തീർക്കും. നിന്റെ ഈ സ്റ്റാറ്റസ് ഇടിൽ ഒന്ന് കുറച്ചോട്ടോ, എൻ്റെ ഫോട്ടോ അധികമൊന്നും ഇടണ്ട, നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. 30,000 രൂപയ്ക്ക് തീർക്കണമെന്ന് കരുതി തുടങ്ങിയത് ഇപ്പോൾ 1 ലക്ഷം രൂപയായി. നീ എങ്ങനെയാലും കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യും, എവിടുന്നേലും പൈസ കിട്ടാൻ വഴിയുണ്ടോ? ഒരു 1-2 ലക്ഷം രൂപ നീ അവർ മെസ്സേജ് അയക്ക്. വോയിസ്, ഒരു 10 ലക്ഷം റുപ്പീസിൻ്റെ ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു തരാമെന്ന് പറ. അവൻ എന്താ പറയുന്നതെന്ന് നോക്ക്. അക്കൗണ്ട് വഴി 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ഇടുമ്പോൾ അവർ സോഴ്സ് ചോദിക്കും. അതിലും ഭേദം നീ എനിക്ക് നേരിട്ട് പൈസ തന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അക്കൗണ്ടിലിടുക. അപ്പോൾ നമുക്ക് പറയാമല്ലോ ജിമ്മിൻ്റെ വർക്കിൻ്റെ പൈസയാണെന്ന്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, നീ എനിക്ക് നേരിട്ട് തന്നാൽ മതി. അക്കൗണ്ടിലൂടെ വേണ്ട, എനിക്കൊരു പേഴ്സണൽ ലോൺ ക്ലോസ് ചെയ്യണം. 5 ലക്ഷത്തോളമുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഷിയാസിൻ്റെ ശബ്ദ സന്ദേശങ്ങളിലുള്ളത് ഇങ്ങനെയാണ്. തന്നെ സാമ്പത്തികമായി ലൈംഗികമായി ചൂഷണം നടത്തിയെന്ന പരാതിയുമായിട്ടാണ് പരാതിക്കാരി രംഗത്തെത്തിയത്. സുഹൃത്തും പങ്കാളിയുമായിരുന്ന താരം 65 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും ഇവർ ആരോപിക്കുന്നു. നഗ്നദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും അശ്ലീല പോൺ വെബ്സൈറ്റുകൾക്ക് നൽകുമെന്നും പറഞ്ഞ് നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും അവർ പാലാരിവട്ടം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. മാനസികമായി തന്നെ പീഡിപ്പിച്ചതിനാലാണ് പരാതിയുമായി മുന്നോട്ട് വന്നതെന്നും അവർ പരാതിയിൽ പറഞ്ഞു. ഒപ്പമുണ്ടാകും എല്ലാ കാലത്തുമെന്ന വാഗ്ദാനം നൽകി കൊച്ചിയിലും കോഴിക്കോടുമുള്ള ഹോട്ടലിൽ കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും ഇവർ പറയുന്നു. ഇൻസ്റ്റഗ്രാം ചാറ്റുകളും വോയിസ് റെക്കോർഡും പണം പലപ്പോഴായി നൽകിയ അക്കൗണ്ട് രേഖകളും പരാതിക്കൊപ്പം പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ 60 വയസ്സുള്ള സ്ത്രീയാണ് തനിക്കെതിരെ കള്ളക്കേസുമായി വന്നതെന്നും കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പരാതി ഉയരാൻ കാരണമെന്നുമാണ് ഷിയാസിന്റെ വിശദീകരണം. സമാനമായ രീതിയിൽ കാസർഗോഡ് സ്വദേശിനിയായ മറ്റൊരു യുവതിയെ പീഡിപ്പിക്കുകയും 11 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ 3 വർഷം മുമ്പ് ഷിയാസിനെ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. അന്ന് ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷവും സമാനമായ ചൂഷണങ്ങൾ ഇയാൾ തുടരുകയായിരുന്നുവെന്നാണ് പുതിയ പരാതികൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ ഷിയാസ് നിഷേധിക്കുകയാണ്. തന്നെ കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കള്ളക്കേസാണിതെന്നാണ് ഇയാൾ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ അവകാശപ്പെടുന്നത്. എങ്കിലും ഇത്രയധികം ഡിജിറ്റൽ തെളിവുകളും ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്ന സാഹചര്യത്തിൽ പാലാരിവട്ടം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.